പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വ്യാപക അഴിമതി നടക്കുന്നുവെന്നാരോപിച്ച് LDF പിറവന്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിറവന്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് പിന്നാലെ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. 5,13,000 രൂപ ചെലവഴിച്ച് മുക്കടവാറിന്റെ സംരക്ഷണം എന്ന വ്യാജേന പ്രസിഡന്റ് കെ ജോസിന്റെ വീടിന് പിറകുവശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെന്നാണ് പ്രധാന ആരോപണം. കൂടാതെ വൻമള പുറമ്പോക്ക് ഭൂമിയിലെ വൻവൃക്ഷങ്ങൾ മുറിച്ചു കടത്തുകയും ഗുണഭോക്തൃ ലിസ്റ്റിൽ തിരിമറി നടത്തുകയും വൻതുക കൈക്കൂലി വാങ്ങി അഴിമതി ഭരണം നടത്തുകയും ചെയ്യുന്നതായി ആരോപണമുണ്ട്. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പത്തനാപുരം അലിമുക്ക് പാതയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പുനലൂർ പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന ധർണ CPM ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയും കൂട്ടരും നടത്തിയതാണ് ബാഹ്യ ഇടപെടൽ. സ്വന്തം വീട്ടിലെ അച്ഛനും ഭാര്യയും കുടുംബാംഗങ്ങളും ഒരുപോലെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ സംബന്ധിച്ച് പരസ്യമായി ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും UDF നേതാക്കന്മാർ രംഗത്ത് വരുന്നത് എത്രയോ പരിഹാസ്യമാണ്. അതുകൊണ്ടാണ് ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ഒരു ശക്തമായ ബഹുജന കൂട്ടായ്മയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് UDFന്റെ നേതാക്കന്മാർ അവരിപ്പോഴും ശ്രീ ഗണേഷ് കുമാറിനെ ന്യായീകരിക്കാൻ പലതരത്തിലുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. നിങ്ങളുടെ സ്വന്തം ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ടാണ് അത്തരം പ്രചാരവേല നടത്തുന്നത് എന്ന് UDF നേതാക്കന്മാരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഖേദകരമാണെന്നും അഴിമതി ഭരണത്തിലൂടെ വാർഡുകളുടെ വികസനം മുരടിപ്പിച്ച കെ ജോസ് രാജിവെക്കണമെന്നും കെ രാജഗോപാൽ ആവശ്യപ്പെട്ടു. CPI ജില്ലാ കമ്മിറ്റി അംഗം കെ വാസുദേവൻ, CPM പത്തനാപുരം ഏരിയ സെക്രട്ടറി B അജയകുമാർ, CPM പത്തനാപുരം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കറവൂർ വർഗീസ്, കെ ബാബു, S സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.